നോട്ട് ഇതുണ്ടോ, ഈ 50 രൂപ നോട്ടിൽ 5 6 ആയിട്ട് നമ്മൾ കീറി വെള്ള പേപ്പർ ഒട്ടിച്ച് ബുധനാഴ്ച ദിവസം സ്റ്റേറ്റ് ബാങ്കിൽ കൊടുത്താൽ പുതിയ നോട്ട് കയ്യിലേക്ക് തരും. പക്ഷേ ഇതുപോലെ കറകളും മഷികളൊക്കെ ആയ നോട്ട് റിട്ടേൺ എടുക്കല്ല. ഇത് മനഃപൂർവ്വം ഒരാൾ ആക്കുന്ന ആളാണെന്ന് അറിഞ്ഞാൽ ആക്കിയ ആളെ പോലീസുകാർ കണ്ടാൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. കാരണം എന്താ പറയുമ്പോൾ നോട്ടിനെ നശിപ്പിക്കാൻ കഴിഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുക, ജാമ്യം കിട്ടാതെ വകുപ്പാണ്. എന്നിട്ട് പോയി ഞാൻ ഇത്ര ധൈര്യത്തിൽ കാണിക്കാൻ കാരണം ഞാൻ വിൽക്കുന്ന മരുന്നുകൊണ്ട് പോകാത്ത ഒരേ ഒരു കറയേ ഉള്ളൂ, ഇരുമ്പ് കറ. അത് ഇരുമ്പോറ മാത്രമേ ഞാൻ കാണിക്കത്തില്ല. കാരണം ഇരുമ്പോറ മായ്ക്കുന്ന മരുന്ന്, ഈ മരുന്ന് കൊണ്ട് ഇരുമ്പോറ മായിക്കല. ഇരുമ്പോറ മായ്ക്കുന്ന മരുന്ന് നമ്മുടെ ആ മരുന്ന് കൊണ്ട് ഇരുമ്പോറ മാത്രമേ മായൂ, വേറെ ഒരു കറയും മായിക്കല. ഈ നോട്ട് നിങ്ങളൊന്ന് കാണണം. ഇവിടെ ഇരിക്കും തോറും കത്തിക്കഴിഞ്ഞ നോട്ട് പോലെ മാറും. ഇവിടെ ഇരിക്കും തോറും ഈ നോട്ട് കത്തിക്കഴിഞ്ഞ നോട്ട് പോലെ മാറുന്നുണ്ടോ? ഇരിക്കും തോറും എന്റെ കൈ പോലും നിങ്ങളൊന്ന് കാണണം, മൈലാഞ്ചിട്ട കൈയായി മാറി. ഇതുണ്ടോ, കഴുകിയാൽ പോയി ഇത്രയും മൈലാഞ്ചിന്റെ കറയെ പോകുന്നുണ്ട്. കഴുകിയാൽ പോലും ഇത്രയും കറയെ പോയിനപ്പുറം പോവുകയില്ല. സോപ്പിട്ട് വെള്ളത്തിൽ കഴുകാതെ വായിക്കാൻ സാധിക്കില്ല. ഞാൻ വിൽക്കുന്ന മരുന്ന് കൊണ്ട് ഇന്ന് റിസർവ് ബാങ്ക് പ്രിന്റ് ചെയ്ത പുതിയ നോട്ടാക്കി മാറ്റുന്നുണ്ട്. കത്തിക്കഴിഞ്ഞ നോട്ട് പോലെ മാറി. ഇതുപോലെ കറകളായ നോട്ട്. ഇത് ഈ നോട്ടിൽ കാണിക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ? നോട്ടിനെ വസ്ത്രങ്ങളിൽ കറ വായിച്ചു കഴിഞ്ഞാൽ വസ്ത്രം പൊടിയോളം ചോദിക്കും. കാരണം ക്ലോറക്സ്, ക്ലോറിൻ, ആലയൊക്കെ കുറച്ച് കറയുടെ ഭാഗത്ത് ഒഴിക്കും, കറ പോകില്ല. പിന്നെയും കുറച്ച് ഒഴിക്കും. എന്നിട്ട് കല്ലിട്ട് സോപ്പിട്ട് തുണിക്ക് തേയ്മാനം വരുത്തിയാണ് കറ വായിക്കുക. അങ്ങനെ കറ വായിക്കുമ്പോൾ ഡ്രസ്സിന് കേടുവരും. ഇത് നമ്മൾ ഈ കാണുന്ന ഈ ചെറിയ കുപ്പി 15 മില്ലിയാണ്, 30 രൂപയാണ്. ഇതിനകത്ത് 150 തുള്ളിയുണ്ട്. ഒരു തുള്ളി മരുന്ന് മതി കറ വായിക്കാൻ. ഇത് കറ വായിക്കുന്നത് കാണിച്ചു തരാം. ഈ കൂടുതൽ ആരെയും ഡ്രസ്സിൽ കറയുള്ളവരുണ്ടോ? കറയുള്ളവരില്ലല്ലോ. എന്റെ ഷർട്ടിൽ കറ ഉണ്ടോ? കറയുണ്ടോ? അത് പറ്റില്ല. കളറിൽ പോളിസ്റ്ററിലേ പറ്റുള്ളൂ. അല്ല, മഷി പോകും, പക്ഷെ കളറിൽ പോളിസ്റ്ററിലേ പറ്റുള്ളൂ. വെള്ളയ്ക്ക് എല്ലാത്തിനും ഇത് ഉപയോഗിച്ചാൽ വെള്ള ഷർട്ടായി മാറും. ഇതുപോലെ കറയായി കഴിഞ്ഞാൽ ഇത് ഒഴിക്കണ്ട. ഈ 150 തുള്ളിയിൽ നിന്ന് ഒരു തുള്ളി മരുന്നുണ്ടോ, ഒരു പറ്റില്ല, കളർ പോകും. ഇതാണ് ഇങ്ങനെ പറ്റിയാൽ പാഞ്ഞു പോകും. ഈ ഒരു തുള്ളി മരുന്നുകൊണ്ട് കറമായിരുന്ന ഈ നോട്ട് ഇതുണ്ടോ, ഈ നോട്ട് ഞാൻ ആദ്യം വെള്ളത്തിൽ കഴുകി കാണിച്ചു തരാം. ചിലരായിരിക്കും വെള്ളത്തിൽ കഴുകിയാൽ പോകുന്നു. വെള്ളത്തിൽ കഴുകി കാണിച്ചു തരാം. വെള്ളത്തിൽ കഴുകാതെ ഈ നോട്ടിലെ കറ മായ്ക്കാൻ സാധിക്കുന്നുണ്ടോ? വെള്ളത്തിൽ കഴുകി കാണിച്ചു വിട്ടോ, വെള്ളത്തിൽ കറ പോയിട്ടില്ല. എന്റെ കൈവശം സോപ്പുണ്ട്. ഇത് കൃത്യമുള്ള സോപ്പൊന്നുമല്ല, ക്യൂട്ടി സോപ്പാണ്. ഞാൻ പൊട്ടിച്ചിട്ട് പോകുന്നത് പാക്കറ്റ് പൊട്ടിക്കാൻ പോവാണ്. ക്യൂട്ടി സോപ്പാണ്, പേര് അതുണ്ട്. ചിലർ സോപ്പിൽ നിന്ന് കൃത്യമാണ് ക്യൂട്ടി സോപ്പാണ്. 20 രൂപ ഈ ക്യൂട്ടി സോപ്പ് സോപ്പിട്ട് കഴുകി കാണിച്ചു തരാം. വെള്ളത്തിലോ സോപ്പിലോ കഴുകിയാൽ ഈ കറ മായ്ക്കാൻ സാധിക്കില്ല. ഈ നോട്ട് ഇന്ന് റിസർവ് ബാങ്ക് പ്രിന്റ് ചെയ്ത പുതിയ നോട്ടാക്കി മാറ്റി കാണിച്ചു തരാം. ഈ നോട്ടിൽ ഇത് കാണിക്കാൻ കാരണമുണ്ട്. ഇത് വസ്ത്രത്തിന് നൂലിന് പോലും കേടുപാടില്ല എന്നുള്ള തെളിവിലാണ് കാണിക്കുന്നത്. ഈ നോട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? വെള്ളത്തിൽ കഴുകിയ നോട്ടാണ്, സോപ്പിട്ട് കഴുകിയ നോട്ടാണ്. നമുക്കറിയാം, വെള്ളത്തിൽ സോപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ നോട്ട് പിഞ്ചി കീറിപ്പോകും. ഇതിനപ്പുറം കഴുകാൻ സാധിക്കില്ല. ഈ 50 രൂപ ഈ തിരൂരല്ല, കേരളത്തിലല്ല, ഇന്ത്യയിൽ എവിടെ കൊടുത്താലും 50 രൂപ വിലയുള്ള വസ്തു ആരും തരിക. 50 രൂപ ഉപയോഗശൂന്യമാണ്. മോനെ ഒരു കുപ്പി ഇഷ്ടമാണ് എടുത്തരും. മോനെ ആ മോനെ കൊണ്ട് എടുപ്പിച്ചാൽ തരാമോ? ഞാൻ തന്നെ ഒരെടുത്ത് കാണിച്ച് എഴുതിയായിരിക്കും അത് ഒറിജിനലും ബാക്കിയുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആക്കും. അതുകൊണ്ട് ആ മോനെ കൊണ്ട് എടുപ്പിച്ചത്. ഡ്രസ്സിനൊരു കറയുണ്ടെങ്കിൽ ഈ 150 തുള്ളി മരുന്നുണ്ട് ഈ കുപ്പിയിൽ, ഒരു തുള്ളി ഇട്ടിച്ചാൽ മതി. ഈ നോട്ട് ഏതാണെന്ന് അറിയാമോ? വെള്ളത്തിൽ കഴുകി അവസാനാക്കിയ നോട്ടാണ്, സോപ്പിട്ട് അവസാനാക്കിയ നോട്ടാണ്. ആ നോട്ടിലേക്ക് ഒരു തുള്ളി മരുന്നുകൊണ്ട് കറമായ്ക്കാൻ കഴിവുള്ള ഈ മരുന്ന് ഞാൻ ഒഴിക്കുകയാണ് ചെയ്യുന്നുണ്ടോ, ഒഴിച്ചു കൊടുക്കുകയാണ് കണ്ടോ. അപ്പൊ ഇതിന് എത്രത്തോളം ഈ മരുന്ന് പവർ ഈ നോട്ടിലേക്ക് ചെന്ന് നിങ്ങൾ വിചാരിക്കണം. ഈ നോട്ടിന് നിങ്ങൾക്ക് പ്രിന്റിങ്ങിനോ പേപ്പറിനോ ഒരു ഡാമേജോ ഒരു തുള്ളി കറയോ എന്തിനോ ഒരു തുള്ളി അഴുക്ക് പോലും ഈ നോട്ട് കാണിച്ചാൽ സഹിക്കില്ല. ഫ്രഷ് നോട്ട് ഇന്ന് റിസർവ് ബാങ്ക് പ്രിന്റ് ചെയ്ത പുതിയ നോട്ടാക്കി മാറ്റാം. ഈ മരുന്ന് കൊണ്ട് വസ്ത്രത്തിന് നൂലിന് പോലും തേയ്മാനം വരില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഒഴിച്ചു കൊടുക്കാൻ ചെയ്യുന്നത് ഒരു തുള്ളി മരുന്ന് കൊണ്ട് കറമായ്ക്കാൻ കഴിവുള്ള ഈ മരുന്ന് വെള്ളത്തിൽ കഴുകി അവസാനാക്കിയ നോട്ട്, സോപ്പിട്ട് അവസാനാക്കിയ നോട്ടിൽ ഞാൻ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പോലും ഈ നോട്ടിന്റെ പ്രിന്റിങ്ങിനോ ഒരു പേപ്പറിനോ ഒരു ഡാമേജ് ആർക്കും കാണിച്ചു തരാൻ സാധിക്കില്ല. പിന്നെ തുണിമെ കാണിച്ചിട്ടാണ് ഞാൻ ഇപ്പോഴത്തെ വായിച്ചത്. ആദ്യം തുണി കാണിച്ചത്, നിങ്ങൾ ഇപ്പോഴാണ് വന്നത്. ഇതുണ്ടോ, ഈ നോട്ട് ആരുടെ കയ്യിലേക്ക് ഞാൻ തരാട്ടോ. ഈ നോട്ടിന് പ്രിന്റിങ്ങിനോ പേപ്പറിനോ ഡാമേജ് ഒന്ന് കാണിച്ചു തരാമെങ്കിലും നോക്കിയാൽ പക്ഷേ കട്ടിക്കുറവുണ്ടോ നോക്കി. ഓക്കെ, എത്ര ലാസ്റ്റ് നമ്പർ നിങ്ങളത്? ഓക്കെ, ആയിക്കോട്ടെ.